നമസ്തേ. ഇന്ന് ഒരുപാട് ആരാധകർ അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഫാനായിരിക്കും. പല ആളുകളെ ഫോളോ ചെയ്യുന്നു, പല തത്വശാസ്ത്രങ്ങളെ ഫോളോ ചെയ്യുന്നു, പല ആളുകൾ പറയുന്നതിനെ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ധമായിട്ടുള്ള ഈ പറയുന്ന ഫാനാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആരാധകൻ അല്ലെങ്കിൽ ആരാധികയാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ പല വ്യക്തികൾ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് പലരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല സുഹൃത്ത് വേണം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു കാമുകി വേണം, അല്ലെങ്കിൽ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു കാമുകൻ വേണം. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് എപ്പോഴും പലരും പലരുടെ പിന്നാലെയും പോവുകയും അതിനുശേഷം അതൊന്നും സക്സസ്ഫുൾ ആകാതെ വരികയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ. സ്വന്തമായിട്ടുള്ള വില കളയുന്നു, മൂല്യം കളയുന്നു. സ്വന്തമായിട്ട് അവസാനം ഈ ബന്ധത്തിലും മറ്റു ബന്ധങ്ങളിലും പോലും തകർച്ചയും പരാജയവും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാനായിട്ട് സാധിക്കുന്നത്? ആളുകളെ പിന്തുടരുന്നത് നിർത്തുക. അതിനു പകരം നിങ്ങളുടെ ഊർജത്തിനെ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തേണ്ട ആളുകൾ നിങ്ങൾ ഉയർന്ന ഊർജത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ മാത്രമല്ല, വഴികളും ബന്ധങ്ങളും ദിശകളും ഒക്കെ വേണ്ടതായിട്ടുള്ള എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കർമ്മം ചെയ്യാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും എത്തുമെന്നുള്ളതാണ്. ആൻഡ് യു ആർ ലൈക്ക് എ മാഗ്നറ്റ്. അതാണ് യഥാർത്ഥത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ പിന്തുടരുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഒരാളെ പിന്തുടരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പുറകെ ഒരു വ്യക്തി കൂടുന്ന സമയത്ത് ആരാണോ പുറകെ കൂടിയത് അയാൾക്ക് എപ്പോഴും എനർജി ലൂസും, എന്നാൽ മറ്റേ വ്യക്തിക്ക് കുറച്ച് ആത്മവിശ്വാസം ലഭിച്ചതുപോലെയും തോന്നും. ഇവിടെ ഒരു ഊർജ്ജ കൈമാറ്റം തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആളുകളുടെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഊർജ്ജവും അവരിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഒരു ആത്മീയ വീക്ഷണത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് നിശബ്ദതയിലാണ് സംഭവിക്കുന്നത്. അട്രാക്ഷൻ ഹാപ്പൻസ് ഇൻ സൈലൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും രീതിയിലുള്ള ബഹളങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പെർസ്യൂട്ടുകളിലോ അല്ല അത് നടക്കുന്നത്. ശാന്തമായിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്കാണ് ആളുകൾ സ്വാഭാവികമായിട്ടും ആകർഷിക്കപ്പെട്ട് എത്തിച്ചേരുന്നത്. അല്ലാതെ പിന്തുടരുന്ന ആളുകളിലേക്കല്ല വ്യക്തികൾ എത്തിച്ചേരുന്നത്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തണലുണ്ടാകുന്ന സമയത്ത് വഴി പോകുന്നവരൊക്കെ ആ തണലത്ത് കയറി ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ഊർജം നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നു, വ്യക്തമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് എന്നുള്ളത് പ്രകടമാക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള വികസിത ബോധമണ്ഡലം ഇല്ലെങ്കിലും അവരുടെ ഉപബോധ മനസ്സ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ഉപബോധം പിന്നീട് ബോധത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവരൊരു എനർജി ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് സബ് കോൺഷ്യസ് ബേസിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സെൽഫ് വെർത്ത്, കാംനെസ്, ക്ലാരിറ്റി, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത, നിങ്ങൾക്ക് തന്നെ വില കൊടുക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടല്ലോ, അതിനൊക്കെ ഒരു മാഗ്നറ്റിക് പുൾ ഉണ്ട് എന്നുള്ളതാണ്. കാന്തികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ ആരിൽ നിന്നും ചോദിച്ചു കിട്ടുന്ന സംഗതികളല്ല. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, നമ്മളിൽ തന്നെ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണോ, വേണ്ട വ്യക്തികളായിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിച്ചെടുക്കുകയാണ്. ആളുകൾ പ്രതികരിക്കുന്നത് നിങ്ങൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ തീർച്ചയായിട്ടും അതിനെ മിറർ ചെയ്യും. സെൽഫ് റെസ്പെക്ട് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ റെസ്പെക്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് +2 കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവരോട് കൂട്ടുകൂടാനായിട്ട് ചെന്നു, അല്ലെങ്കിൽ പല സുഹൃത്തുക്കളെ വേണമെന്ന് ആഗ്രഹിച്ചു. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ഇന്നയാൾ എൻ്റെ സുഹൃത്തായിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പം അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വേറൊരാളെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. പല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നടക്കുന്ന അവസ്ഥകൾ. ഈ സമയത്ത് നമുക്ക് ഒരു വിലയും കിട്ടില്ല. പിന്നീട് നമ്മൾ പതിയെ മുതിർന്നു വരുന്ന സമയത്ത് മനസ്സിലാവും, ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇനി പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്നില്ല.
ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ളൊരു ചിന്ത. പക്ഷെ അങ്ങനെ നിന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കടന്നുപോകലുകളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ബന്ധങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോയതും എന്നാൽ പിന്നീട് നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ എക്സ്റ്റേണൽ വേൾഡ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴും വൈകാരികമായിട്ടുള്ള ചേസിങ്ങുകൾ അല്ലെങ്കിൽ പിന്തുടരലുകൾ, മറ്റുള്ളവരെ വികാരപരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒക്കെ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, മറ്റൊരു വ്യക്തി നിങ്ങളെ വളരെ ഇമോഷണലായിട്ട് ഫോളോ ചെയ്യുമ്പോൾ എ കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ആണ് ശരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇമോഷണൽ ചേസിങ് ക്രിയേറ്റ്സ് റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറയുകയാണ്. ഫോളോ ചെയ്യുന്ന വ്യക്തി ഡെസ്പറേറ്റ് ആണെങ്കിലും മറ്റുള്ളവർക്ക് അത് വളരെ ഇറിറ്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനർജറ്റിക് ഹെവിനെസ് തോന്നും, അവര് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തേക്ക് മാറി നിൽക്കും. ബട്ട് വെൻ യു ഗ്രോ യുവർ ട്രൈബ് ഫൈൻഡ്സ് യു. നിങ്ങൾ വളരുന്ന സമയത്ത് നിങ്ങളുടെ ടീം നിങ്ങളെ കണ്ടെത്തുകയാണ്. ഫ്രീക്വൻസി ഉയർന്ന സമയത്ത് സിമിലർ വൈബ്രേഷനിലുള്ള ആളുകളാണ് കൂടുതലായും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ കൂട്ടത്തിൽ നാർസിസ്റ്റുകളും എനർജി വാമ്പയേഴ്സും ഉണ്ടെങ്കിൽ പോലും റോങ് ആയിട്ടുള്ള ആളുകൾ നാച്ചുറലി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു എന്താണ് യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അത് എന്താണ് എന്നുള്ളത്. എനർജി ഉയരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഉയർന്ന ഊർജ്ജത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ഒരുപാട് വ്യക്തികൾ കാണുകയും അതിനെക്കുറിച്ച് പറയുകയും ചോദിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും സംവദിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ആത്യന്തികമായിട്ട് എൻ്റെയും നിങ്ങളുടെയും വളർച്ചയിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. ഇവിടെ ആരും ആരെയും ഗൈഡ് ചെയ്യുന്നില്ല, ആരും ആരെയും ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഒരുമിച്ച് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഇത്തരത്തിൽ പങ്കുവെക്കുന്നതിലൂടെ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ട്രൈബിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഒരുപാടായിട്ടുള്ള എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മളെല്ലാവരും ഒരു ട്രൈബ് തന്നെയാണ്. ഹൈ വാല്യൂ പ്രസൻസ് എന്ന് പറയുന്നത് ഞാൻ വലിയ വിലയുള്ളവനാണ്, എനിക്ക് വലിയ വെയിറ്റ് ഉള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്ത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സംഭവമല്ല, അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഹാവ് ടു ബി ഫെൽറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മളല്ല അവിടെ തീരുമാനിക്കുന്നത്. നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് നമ്മളെ ഹൈ വൈബ്രേഷനിലേക്ക് വളർത്തുക എന്നുള്ളത് മാത്രമാണ്. ദ റെസ്റ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സറൗണ്ടിങ്. മറ്റുള്ളവരാണ് എന്നുള്ളതാണ്. നിങ്ങളെ വളർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ ആ ഒരു റിസൾട്ട് കാണാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഒരു പ്രകാശം പോലെ നിങ്ങളുടെ ശാന്തമായിട്ടുള്ള പ്രസൻസാണ് നിങ്ങളെ ആളുകളിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള പരാക്രമങ്ങളല്ല എന്നുള്ളതാണ്. അങ്ങനെ പരാക്രമങ്ങളിലൂടെ ആളുകളെ അടുപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചയും ബഹളവും അതുപോലെ തന്നെ കോമാളിയായിക്കൊണ്ടൊക്കെ ആളുകളെ അടുപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ടെമ്പററി ആയിട്ടുള്ള ഒരു വിജയം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ ഒച്ചയും ബഹളവും വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് കുമിള പോലെ ബബിൾ എന്നുള്ളൊരവസ്ഥയിൽ പൊട്ടിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കർമ്മം ചെയ്തുകൊണ്ട് പോകുന്ന ആളുകൾ, അവരിലേക്ക് അവരുണ്ടാകുന്നതായിട്ടുള്ള ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വാല്യൂബിളായിട്ട് മീനിങ് ഫുള്ളായിട്ട് ലോകത്തിന് നന്മ പകർന്നുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മികച്ച രീതിയിൽ നമ്മുടെ ജീവിതം ഇറസിസ്റ്റിബിൾ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരുമിച്ച് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് വിജയത്തിലേക്ക്. നമസ്തേ.